നാളത്തെ എക്സാമിൽ നിങ്ങൾ ഷുവർ ആയിട്ടും കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ്. എങ്ങനെയാണ് ഇമെയിലിൽ ക്വസ്റ്റ്യൻ വരാൻ നോക്കാം. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 6 മാർക്കിന് ഓണം എക്സാമിന് ഫസ്റ്റ് ടൈമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ യു ആർ വൺ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് ഹു വാച്ച് ദ മാച്ച് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്. അന്റോണിയോ ഫെലിക്സ് തമ്മിലുള്ള ആ ഒരു അമിഗോ ബ്രദേഴ്സിലുള്ള ആ ഒരു ഫൈറ്റ് നിങ്ങൾ കണ്ട ഒരാളാണെന്ന് വെക്കുക. റൈറ്റ് an email to your friend describing the match. ആ മാച്ച് കംപ്ലീറ്റ് വിശദീകരിച്ച് കൊടുക്കുന്ന ഒരു ഇമെയിൽ. അങ്ങനെ ചാപ്റ്ററിൻ്റെ ഏത് സിറ്റുവേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇമെയിൽ ചോദിക്കാം. ഇമെയിൽ ഫോർമൽ ആവട്ടെ ഇൻഫോർമൽ ആവട്ടെ അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് സെയിം ആണ്. നമുക്ക് നോക്കാം. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്കൊരു മെഗാ മാരത്തോൺ ഉണ്ട്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുകയും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുകയും ചെയ്യാം. നമുക്ക് ഫോർമാറ്റിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു എക്സാമ്പിളും കൂടി തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും ഇവിടെ ടു അഡ്രസ്സ് കൊടുക്കുക, ഫ്രം അഡ്രസ്സ് കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക. സബ്ജക്റ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. സാല്യൂട്ടേഷൻ ഫ്രണ്ട് ആവുന്ന സമയത്ത് ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇനി നമുക്ക് ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ ഡിയർ സർ എന്ന് കൊടുക്കുക. എന്നിട്ട് ബോഡി പാർട്ടിൽ അവിടെ നടന്നിട്ടുള്ള ആ ഒരു അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സ് വർഗാസ് തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൽ എന്തൊക്കെ ഇവന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ചുരുക്കിയിട്ട് എഴുതി കൊടുക്കുക. കാരണം 6 മാർക്കിനാണ്. അതുപോലെ തന്നെ ക്ലോസിംഗ് ലൈന് നെയിം ഓഫ് ദ സെൻറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഫ്രം അഡ്രസ് ആരാണോ അയാളാണ്, ആ സെയിം പേര് തന്നെയാണ് നമുക്ക് ഈ ഒരു നെയിം ഓഫ് സെൻറ്ററിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിൽ സെറ്റാണ്. സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഇസ് എൻ എക്സാമ്പിൾ. ടു മൈ ഫ്രണ്ട് അറ്റ് gmail.com. ആ ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രം ഞാൻ എൻ്റെ പേരിന് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻസർ പേപ്പറിൽ ചെയ്യേണ്ട ഒരു കാര്യം ഈ ടൂവും ഫ്രമും സബ്ജക്റ്റ് ഒക്കെ കൊടുക്കുന്നതിന് കൂടെ തന്നെ ടൂവും ഫ്രമിലും ഒരു ഇമെയിൽ ID രൂപത്തിൽ കൊടുക്കുക. എന്തെങ്കിലും abcd@gmail.com എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കാം. an exciting boxing match I witnessed. ഞാൻ കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോക്സിംഗ് മാച്ചാണ്. ഡിയർ ഫ്രണ്ട്സ് സാല്യൂട്ടേഷൻ കൊടുത്തു. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നിനക്ക് സുഖമെന്ന് കരുതുന്നു. യെസ്റ്റർഡേ ഐ വാച്ച് ദ ബോക്സിംഗ് മാച്ച് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്. ഇവർ തമ്മിലുള്ള ബോക്സിംഗ് ഞാൻ കണ്ടു. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഐ ഹാവ് എവർ ഹാഡ്. ഞാൻ ഇത്രയും കാലം കണ്ടത് വെച്ചിട്ട് ഏറ്റവും കിടിലൻ സാധനമായിരുന്നു. ബോത്ത് ഓഫ് ദം ഫൗഡ് വിത്ത് എ ഗ്രേറ്റ് എനർജി ആൻഡ് സ്കിൽ. എന്നിട്ട് അവിടെ നടന്നിട്ടുള്ള ഫൈറ്റിങ്ങിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് വിശദീകരിക്കുന്നു. എന്നിട്ട് അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് no one cared who the winner was because Antonio and Felix left the ring together as true friends. അവർ യഥാർത്ഥ സുഹൃത്തുക്കളെ പോലെ റിസൾട്ട് പോലും അറിയാതെ അങ്ങനെ കൈകോർത്ത് പോയി എന്നുള്ളതാണ്. അതാണ് ആ ഒരു റിസൾട്ട് പോലും അവരറിയേണ്ട താല്പര്യമില്ലാതെ. അതാണ് സ്പോർട്സ്മാൻഷിപ്പ്. ഐ ഫെൽറ്റ് റിയലി ഹാപ്പി ടു സീ ദാറ്റ് ദ ഫ്രണ്ട്ഷിപ്പ് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ റിസൾട്ട് ഓഫ് ദ മാച്ച്. മാച്ചിൻ്റെ റിസൾട്ടിനേക്കാൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിനാണ് അവർ വാല്യൂ കൊടുത്തതെന്നുള്ളത് വളരെ സംഭവമാണ്. ഇതാണ് മെയിൻ തീം നമ്മുടെ ചാപ്റ്ററിൻ്റെ. ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു ഇമെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് ട്രൂലി ആൻ അൺഫർഗറ്റബിൾ മൊമെന്റ്. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ്. അവസാനം ആ ക്ലോസിംഗ് ലൈൻ നോക്കൂ. വിത്ത് ലവ് ജംഷാദ് അലി, അല്ലെങ്കിൽ വിത്ത് ട്രൂത്ത്ഫുള്ളി എന്നൊക്കെ കൊടുത്തിട്ട് ധാരാളം നമുക്ക് ഈ ഒരു ക്ലോസിംഗ് ലൈൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും കൊടുത്തിട്ട് നമ്മൾ സെൻറ്റേഴ്സ് അഡ്രസ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു 6 മാർക്ക്. ഈ ഒരു ഇമെയിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളെ ഒരു ഇമെയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ 2023 ഓണം എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. മാർത്ത പേപ്പറിലൂടെ ഈ സംഭവങ്ങളൊക്കെ ഈ ബാങ്കിലെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നു. അപ്പോൾ എന്നിട്ട് അവൾ എന്താക്കാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജർക്ക് ഒരു മെയിൽ അയക്കണം. അത് ആക്ച്വലി ഫോർമൽ ഇമെയിലാണ്. അങ്ങനെ ഫോർമൽ മെയിൽ ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഫോർമൽ മെയിൽ ആണെങ്കിലും ഫോർമാറ്റ് സെയിം ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല സിറ്റുവേഷനിൽ നിന്നും മെയിൽ നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ ചോദിക്കാം. അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമുക്കൊരു മെഗാ മാരത്തോൺ ഉണ്ട്. നിങ്ങൾ ഒരാൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു മെഗാ മാരത്തോണിലൂടെ ഫുൾ മാർക്ക് തന്നെ നേടേണ്ടതുണ്ട്. സെറ്റാക്കാം. നിങ്ങൾക്ക് ഇനി ഏത് ഡിസ്കോഴ്സാണ് ആവശ്യമുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ടഫ് എന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ലൈവിൽ വെച്ച് കാണാം. താങ്ക് യു.